എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൃപാസന അമ്മയെക്കുറിച്ചിട്ടാണ്. നിങ്ങൾക്കെല്ലാവരും കേരളത്തിലുള്ള മിക്കവാറും കേരളത്തിനല്ല, കേരളത്തിന് പുറത്തും വെളിയിലും ഉള്ള ഇഷ്ടംപോലെ ആൾക്കാർക്ക് മാതാവിനെക്കുറിച്ച് തീർച്ചയായിട്ടും അറിയാവുന്ന ആൾക്കാരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പം പൊതുവെ കുറച്ച് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ സമ്മതിച്ചു. ആദ്യമൊക്കെ എന്ന നിലയിൽ ഞാൻ അമ്മയെക്കുറിച്ച് അറിഞ്ഞൊരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ പല പല വീഡിയോയിലായിട്ട് ഞാൻ പറയാം. പ്രത്യേകിച്ച് ഇതും ഒരുവിധം അമ്മയുടെ ഉള്ളൊരു ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയെക്കുറിച്ച് ഒരു ദിവസം വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പം പത്രം ഇങ്ങനെ ആരോ ചവച്ചരച്ച് കുടിച്ചു എന്നൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടത്, അമ്മയെക്കുറിച്ചിട്ട്. അപ്പം അന്ന് എന്നും എനിക്കൊന്നും മനസ്സിലായിട്ട. അപ്പം ഞാൻ അന്നൊക്കെ ഒരു വലിയ സംഭവത്തിലൊക്കെ ഇരിക്കുന്ന സംഭവമായിരുന്നു. അപ്പം ഞാൻ അത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും അത് തമാശയായിട്ടും എടുത്തില്ല, നോർമലായിട്ടും എടുത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇതൊക്കെ സാക്ഷ്യം പറഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ പിന്നെ എൻ്റെ ചേച്ചി വഴി ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു അമ്മയെക്കുറിച്ചിട്ട്. അപ്പോൾ നമുക്കും അറിയാലോ, നമുക്ക് പല നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങൾ സാധിക്കണം, പല കാര്യങ്ങൾ സംഭവിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലാണ് ഇരുന്നത്. പക്ഷെ ഞാനൊരു ഹിന്ദുവാണ്. ഞാനിത് പ്രചാരണമൊന്നുമില്ല. ഞാനും മഹാദേവൻ്റെ വലിയൊരു ഭക്തനാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ആണ്. അപ്പോൾ മാതാവിനെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെക്കേഷൻ പോയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ. അവിടെ പോയാലും നമുക്ക് അതിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരിത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. പുറമെ നിന്ന് കേട്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആഹ് വിശ്വസിക്കുന്നവർക്ക് പറ്റും. നമുക്ക് പുറമെ നിന്നിട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അവിടെ പോയി നോക്കണം. പോയി നോക്കുമ്പോൾ അറിയാം അവിടുത്തെ ഒരു എത്ര ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഒരു ദിവസം വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഒരു 4ഓ 5ഓ സെക്ഷൻ എനിക്ക് തോന്നുന്നു. 1, 2, 3 സെക്ഷനും 4 സെക്ഷനും എങ്ങാണ്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഹിന്ദി, തമിഴും അങ്ങനെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു 400, 405 ഞാനൊക്കെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു 407 അങ്ങനെ 408 എങ്ങാണ്ടാ ടോക്കൺ നമ്പർ കിട്ടിയത്. ടോക്കൺ നമ്പർ 408 കിട്ടിയത്. എന്നിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു സെക്ഷനിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു 9 മണി, 11 മണി അങ്ങനെ സെക്ഷനുണ്ട്. എനിക്ക് കറക്റ്റ് ടൈമിംഗ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത്രയും എന്താ പറയാ, അത്രയും ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു 2000 കൂടുതലൊക്കെ ആൾക്കാർ, അച്ഛൻ പറയുന്നതിന് 2000 കൂടുതലൊക്കെ ആൾക്കാർ ഒരു ദിവസം അവിടെ ഉടമ്പടി എടുക്കാൻ തന്നെ വരുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അവിടുത്തെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യങ്ങൾ എനിക്ക് ഇങ്ങനെയല്ല പറയേണ്ടത്. എൻ്റെ ഓരോ കാര്യങ്ങൾ സാധിക്കാനുള്ളൂ. എൻ്റെ വലിയ വലിയ കാര്യങ്ങളായിട്ട് കുറച്ച് താമസം എടുക്കും എനിക്കറിയാം. ഞാൻ കുറച്ച് ഉഴപ്പുള്ള കൂട്ടത്തിലായതുകൊണ്ടും കൂടിയായിരിക്കാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ആൾക്കാരാണ് ഉടമ്പടി എടുക്കാൻ. ഭാഗ്യത്തിന് എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ വിഗ്രഹം, അതായത് ഇത് രൂപം എടുക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൃപാസനത്തിൽ പോയവർക്കൊക്കെ അറിയാം. അതാണ് കിട്ടിയത് കേട്ടോ. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ ഉടമ്പടി നമുക്ക് പുതുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആയതുകൊണ്ട്, കാരണം ഞാനത് ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പുതുക്കാൻ പറ്റിയില്ല ഉടമ്പടി. പക്ഷെ ഞാൻ രാവിലെയും വൈകിട്ടും എണീച്ച് പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ 5:30ക്ക് എണീച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ വൈകിട്ടും പ്രാർത്ഥിക്കാൻ. ഇതുവരെയായിട്ടും അതിനൊരു മുടക്കം മാതാവ് കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല. ചില സമയത്ത് ഇപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ സാധിക്കും. ചിലപ്പോൾ മാതാവിൻ്റെ ഒരു സാന്നിധ്യം വരത്തില്ല. പക്ഷേ ചില സമയത്ത് മാതാവിൻ്റെ കാശ് രൂപമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് മാതാവ് കൂടെ വരുന്നതായിട്ടൊക്കെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുമുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കാര്യങ്ങൾ ഞാനൊരു സമയം ഇട്ടിട്ടുണ്ട് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിനും എനിക്ക് ഇവിടെ ഗൾഫിലായതുകൊണ്ട് എനിക്ക് അച്ഛൻ പറയുന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പത്രം കൊടുക്കുന്നതിന് എനിക്കൊരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് കുറച്ചൊക്കെ എൻ്റെ ഇപ്പം ബാലൻസ് ഉണ്ട് പത്രം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നേരം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് സംഭവം. അപ്പം മാതാവ് എന്തായാലും അത് സാധിച്ചു തരും. പല പല ആൾക്കാർക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ്. ഓരോ സാക്ഷ്യങ്ങളും നിങ്ങൾ കേട്ട് നോക്കണം മാതാവിനെ കുറിച്ചിട്ട്. കാരണം പല കാര്യങ്ങളും എൻ്റെ ഇങ്ങനെ കാര്യം സാധിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നടക്കും എന്നുറപ്പാണ്, 100% ഉറപ്പാണ്. പക്ഷേ നമ്മളതിൻ്റെ പ്രേക്ഷിത പ്രവൃത്തി എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പത്രം കൊടുക്കണം. ഞാൻ അവിടുന്ന് വന്നപ്പം ഹിന്ദിയും
ഇംഗ്ലീഷും ഹിന്ദി, ഇംഗ്ലീഷും, മലയാളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിമേൽ കുറച്ച് മലയാളം, ഹിന്ദിയും, ഹിന്ദിയൊക്കെ തീർന്നു അപ്പോഴേ. മലയാളം, ഇംഗ്ലീഷും ആണ് ഉള്ളത്. നമുക്ക് പോകാനൊരു മാതാവ്, അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് ചെയ്യും, നമുക്ക് പറ്റും. പക്ഷേ കുറച്ച് പത്രം മാത്രമേ ഉള്ളൂ എൻ്റെ ബാക്കി കാര്യങ്ങൾ ഓക്കെ, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ കേട്ട് നോക്കണം കേട്ടോ. സത്യം പറഞ്ഞ് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സാക്ഷ്യത്തിൻ്റെ ലിങ്ക് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു തരിക്കും. പക്ഷേ എന്താ പറയുന്നത്, ഓരോ ദിവസവും എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത്. സത്യം പറഞ്ഞ് ഓരോ ദിവസവും ഞാൻ ഓർത്ത് ഇന്ന് പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് നെഗറ്റീവ് ചിന്തയായിരുന്നു ഫുള്ളും കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഇതിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ഫസ്റ്റായിട്ടുള്ള ഒരു സംഭവം, നെഗറ്റീവ് ചിന്തകളെല്ലാം മാറി സ്റ്റാർട്ടിങ് പോസിറ്റീവ് ചിന്തകളിലേക്ക് ഞാൻ കടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കേട്ടോ. കാരണം പല പല കാര്യങ്ങളും നടക്കാതെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിചാരിക്കാം മാതാവ് ഇതിനെക്കാട്ടി വലുത് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇത് നടത്താട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പം തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് എനിക്കൊരു 200 റിയാൽ അലവൻസ് കിട്ടിക്കൊണ്ടിരുന്നതാണ് എല്ലാ മാസം. അപ്പം ഈ മാസം എനിക്കത് കിട്ടിയില്ല. പെട്ടെന്ന് എനിക്ക് മാതാവിനോട് ദേഷ്യം വന്നു. ദേഷ്യമല്ല, ഒരു ഇത് തോന്നി. ഇപ്പം ഞാൻ പെട്ടെന്ന് പിന്നെ ഓർത്ത് വേണ്ട, ഇതിപ്പോൾ എനിക്ക് വലിയ എന്തോ തരാൻ വേണ്ടിയിട്ട് മാതാവ് എന്നെ നോക്കിയിരിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ചെറിയ എമൗണ്ടൊക്കെ കളഞ്ഞിട്ട് വലിയ എമൗണ്ട് അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ചെറിയ എമൗണ്ട് കഴിക്കാന്നാണ്. അങ്ങനത്തെ പോസിറ്റീവ് മൈൻഡൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഇത് സാക്ഷ്യമായിട്ട് പറയുന്നില്ല, ഞാനൊരു മാതാവിൻ്റെ കാര്യങ്ങളും ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് ഉടമ്പടി എടുക്കണം. ഉടമ്പടി വെച്ചാൽ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഡെയിലി അച്ഛൻ പറയുന്നുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ മാതാവിനെ, യേശുവിനെയും പിതാവിനെയൊക്കെ സ്നേഹിക്കണം. ഹിന്ദുക്കളായതുകൊണ്ട് ഞാനും എൻ്റെ ദൈവത്തിൽ ഒരു ദൈവത്തെ വിശ്വസിക്കണമെന്നാണ്. പക്ഷെ നമുക്ക് ഒരു ഹിന്ദുവായിട്ട് പെട്ടെന്ന് എനിക്കൊരു ഇതൊന്ന് നമ്മുടെ ദൈവത്തെ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. ഒരു സംഭവമുണ്ട്, ഞാൻ അങ്ങനെ പറയുന്നതല്ല. അപ്പം അതൊക്കെ എല്ലാവരും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിനും യേശുവിനും അവരോടും ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാതാവ് അതെല്ലാം സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ സംഭവങ്ങൾ 6-7 സംഭവം ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിന് നടക്കുമെന്ന് അറിയാം. ഞാനിപ്പം ഓരോ കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പെട്ടെന്ന് ടൈം ആകുമ്പോൾ കറക്റ്റ് നടന്നോളും എന്നൊരു ചിന്ത വരുന്നത് മാതാവ്. അവിടെ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും കൃപാസനത്തിൽ പോയിട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ അറിയാം അവിടുത്തെ ഒരു പോസിറ്റീവ് വൈബും ഒക്കെ. എനിക്ക് ചില സമയത്ത് അവിടുത്തെ മണം ഇങ്ങനെ കറക്റ്റായിട്ട് വരും കേട്ടോ. മാതാവിനും വരുന്ന മണമൊന്നുമല്ല, മുല്ലപ്പൂവിൻ്റെ മണമൊക്കെയാണ് മണം. പക്ഷേ ഈ അവിടുത്തെ കൃപാസനത്തിലെ മണം എനിക്ക് ഇങ്ങനെ വരും, മണത്തിങ്ങനെ വരും. നല്ലൊരു സ്മെല്ല്, അവിടുത്തെ ഒരു അന്തരീക്ഷത്തിലൊരു സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് വിഷമം തോന്നും, കാണാൻ പോകണമെന്ന് ഇങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. ഞാൻ പെട്ടെന്ന് മാറ്റിക്കളയും. പിന്നെ അതുപോലെ തന്നെ ദിവസം ഞാൻ സാക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. പിന്നെ ഡെയിലി ബർത്ത് കേൾക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ച ഞാൻ അന്നേരം കേട്ടില്ലെങ്കിലും ഓൺലൈനിൽ ലൈവിൽ പോകാൻ പറ്റത്തില്ല, ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ലൈവ് കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി വെച്ചിട്ടിരുന്ന് കാണാറുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ കൃപാസന മാതാവിൻ്റെ കുറേ സാക്ഷ്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ കരുതുന്നു ഇത് ചെയ്യുന്നത്. കാരണം എനിക്കൊരു സാഹചര്യം പ്രേക്ഷിത പ്രവൃത്തി ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് മാതാവ് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇത് ഇടാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സോറി പെട്ടെന്ന് ഇമോഷണലാകുന്നു. അതെന്താണെന്നറിയത്തില്ല. മാതാവ് അനുഗ്രഹിച്ചായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്തിറങ്ങിപ്പോയിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്ക് പരിശുദ്ധ പ്രവൃത്തിയായിട്ട് പറ്റുന്നില്ല. അപ്പം യൂട്യൂബിലേക്ക് ഞാൻ പെട്ടെന്നൊരു യൂട്യൂബിൽ എൻ്റെ സബ്സ്ക്രൈബ് കൂടണം അങ്ങനൊരു ചിന്ത വന്നു പോയെങ്കിലും പിന്നെ ഞാൻ ഓർത്തു വേണ്ട, അങ്ങനെ ചെയ്യേണ്ട. അപ്പം മാതാവ് വിചാരിക്കത്തില്ല എനിക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, അപ്പോൾ ഇതൊരു പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാനിങ്ങനെ വന്ന് സംസാരിക്കാം. അപ്പോൾ
എൻ്റെ ചേച്ചിയുടെ ഒരു സാക്ഷ്യമുണ്ട്. അത് ഞാൻ സംസാരിക്കാം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വെള്ളിയാഴ്ച വെച്ചാൽ ആഴ്ചയിൽ 1-2 ദിവസം ഓരോ വീഡിയോസ് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം. ഇത് നിങ്ങൾ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് കാണുക. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. കാരണം നിങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ യൂട്യൂബിൽ പല പല വേറെ വീഡിയോസൊക്കെ വരും, നോർമൽ വീഡിയോസും ഒക്കെ വരും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ മാതാവിൻ്റെ ഇത് ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് കൂടുതലോട്ട് ആൾക്കാരിലോട്ട് ഷെയർ ചെയ്തിട്ട് മാതാവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കുക. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഫീൽ തോന്നിയതാണ്. ഞാൻ ഇങ്ങനെ ഇതൊരു പരിശുദ്ധ പ്രവൃത്തിയായിട്ട് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ 1000 സബ്സ്ക്രൈബർ, ഇപ്പോൾ 1000-ൽ ഒരു 500 പേരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് കാണുന്നവരുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അതേക്കുറിച്ച് അറിയുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.